Hello everyone, welcome to this new IT practical video. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് HTML ൽ വരുന്ന പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ആൻഡ് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നു അതെങ്ങനെ ആൻസർ ചെയ്യുന്നു ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക മക്കളെ. നിങ്ങൾ ICT പ്രാക്ടിക്കൽ തിയറീൻ്റെ കുറേ വീഡിയോസ് ഈ ചാനൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പോൾ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അതിൻ്റെ പ്ലേലിസ്റ്റ് വേണമെങ്കിൽ ICT പ്രാക്ടിക്കൽ തിയറി പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ കുറേ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ്റെ എല്ലാം പ്രാക്ടിക്കലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാവരും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് അടുത്തത് ഏത് വേണമെന്ന് നിങ്ങൾ എല്ലാവരും കമൻസിൽ അറിയിക്കുക. ദ മോർ കമൻസ് നിങ്ങൾ ഇടുന്നത് നമ്മൾ അത്രയും കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം വേഗം തന്നെ വെച്ചാൽ നിങ്ങളുടെ IT എക്സാം വരെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒറ്റൊരു വീഡിയോ നിങ്ങൾക്ക് HTML എന്തൊക്കെ വരുന്നു ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആൻഡ് ഇത് കണ്ട നിങ്ങൾ സെറ്റായി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റി 4.4 നമുക്ക് ചെയ്യാം. കഴിഞ്ഞൊരു മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റനാണ്. മലയാളം മീഡിയംകാർക്ക് ആ ക്വസ്റ്റൻ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. സെയിം സംഭവമാണ് മലയാളം ഇംഗ്ലീഷിൽ വരുന്നത്. ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നിരിക്കുന്നത് ആ മോഡൽ ഓഫ് എ വെബ് പേജ്. ഒരു വെബ് പേജ് ഇവിടെ തന്നിട്ടുണ്ട്, നാഷണൽ ടെക്നോളജി ഡേൻ്റെ. ഇതെന്താ ചെയ്യേണ്ടത്? നമുക്കിത് എക്സാം ഡോക്യുമെൻറ്റ്സിൽ ഇങ്ങനത്തെ സാധനം തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങളുടെ ഫയലിൽ ഓപ്പൺ ചെയ്താൽ കിട്ടും. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് തരാൻ പോകുന്നത്. ഒരു ഫയൽ തരും, നിങ്ങളോട് മൊത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പറയും. ഇത്രയും കാലം കണ്ടിട്ടുള്ള തിയറിയും എല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ഫയൽ നിങ്ങൾക്ക് തരും, അതിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ പൈത്തൺ ഗ്രാഫിക്സിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിൽ അത് കാണാം, അതിലും ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ളൂ. അപ്പോൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടത്? കോഡ് കുറച്ച് എഴുതി അറിയണം, CSS എന്താണെന്ന് അറിയണം, പിന്നെ ഇത് വായിച്ചിട്ട് എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഫസ്റ്റ് തന്നെ പറയുന്നത് അഡ്ജസ്റ്റ് ദ ഫോണ്ട് സൈസ് ആസ് 30px. 30px പറഞ്ഞാൽ 30 പിക്സൽ ആക്കണം ഫോർ ദ മെയിൻ ഹെഡിങ് നാഷണൽ ടെക്നോളജി ഡേ. നാഷണൽ ടെക്നോളജി ഡേ എന്നുള്ള മെയിൻ ഹെഡിങ് 30 പിക്സൽ ആക്കണം. അപ്പോൾ നമുക്ക് ഇപ്പം എന്താ ഉള്ളതെന്ന് കാണിച്ചാൽ ഞാൻ നിങ്ങളുടെ ഹോമിൽ വരുന്നു. നിങ്ങൾക്ക് എക്സാം ഡോക്യുമെൻറ്റ്സിലിട്ട് ഞാനൊരു വേറെ ഫോൾഡറിലിട്ടത്. അപ്പോൾ നോക്കിയേ, എനിക്ക് നാഷണൽ ടെക്നോളജി ഡേ ഈ HTML ഓപ്പൺ ചെയ്തു. നിങ്ങൾ ആ നേരെ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ബ്രൗസറിൽ ഇങ്ങനെ കാണാം. ഇപ്പോൾ നോക്കിക്കേ, ഇതാണ് എനിക്കിപ്പോൾ ഉള്ള സാധനവും. അതേപോലെ ഇപ്പോൾ എക്സാമിന് തന്നിട്ടുണ്ട് നാഷണൽ ഹോളിഡേ. കണ്ടോ വലിപ്പ വ്യത്യാസം കണ്ടോ? നോക്കിയേ, കണ്ടോ? ആൻഡ് വെനസ്ഡേ എന്നുള്ളത് കണ്ടോ, കട്ടി കൂടുതൽ ബോൾഡൊക്കെ ആക്കണം, കളറും എന്തോ മാറ്റമുണ്ട്. ബാക്കിയുള്ള ഏകദേശം സെയിം, അത് മാത്രം മാറ്റിയാൽ മതി അല്ലേ? അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും, HTML ഓപ്പൺ ചെയ്യും. പക്ഷേ എൻ്റെ HTML ഓപ്പൺ ചെയ്തുകൊണ്ട് സാർ ഇവിടെ മാറ്റാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങളിത് ഓപ്പൺ ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് സാർ ഇത് മാറ്റാൻ പറ്റുന്നില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കോഡ് എവിടെ എന്നൊക്കെ നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം തന്നെ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ വിത്ത് നിൽക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ, വേറൊരു ആപ്ലിക്കേഷൻ. എന്താണ് ആപ്ലിക്കേഷൻ? വ്യൂ ഓൾ ആപ്ലിക്കേഷൻ നിൽക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ടെക്സ്റ്റ് എഡിറ്റർ, ഓക്കെ, ടെക്സ്റ്റ് എഡിറ്റർ വെച്ച് ചെയ്യണം. മൊസീല ക്രോം ഒന്നും അല്ല വേണ്ട, ഇത് നിൽക്കുക. ഓക്കെ, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അല്ലെ സെലക്ട് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കോഡ് കിട്ടി, ഇതിൻ്റെ HTML കോഡ് കിട്ടി. ഇതാണ് മക്കളെ HTML കോഡ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് വളരെ സൂക്ഷിച്ച് നോക്കുക, അതേപോലെ എക്സാമിന് അങ്ങ് കോപ്പി അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ആൻസർ തരും. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ഹിൻഡ് നോക്കണ്ട. ഓക്കെ, ഹിൻഡ് നമുക്ക് ചിലപ്പോൾ തന്നില്ലെന്ന് വരും. അഡ്ജസ്റ്റ് ദ ഫോണ്ട് സൈസ് ആസ് 30 പിക്സൽ. അപ്പോൾ നാഷണൽ ടെക്നോളജി ഡേ എന്നുള്ള ഹെഡിങ്, അവിടെ ഹെഡിങ്ങിൻ്റെ അവിടെയല്ല മാറ്റേണ്ട, അതിൻ്റെ CSS അതിൻ്റെ ടാഗ് നോക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് നോക്കുമ്പോൾ HTML ഹെഡ് തന്നിട്ടുണ്ട്, കുറേ CSS സ്റ്റൈൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നല്ല നിങ്ങൾ നോക്കണം. നിങ്ങൾ നോക്കേണ്ട നാഷണൽ ടെക്നോളജി ഡേ ഇവിടെ വായിക്കാൻ പറ്റും. ഇനി നാഷണൽ ടെക്നോളജി ഡേൻ്റെ അടുത്ത് അവരുടെ പിക്സൽ സൈസോ കളറോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അതിൻ്റെ ചുറ്റും എന്താ കൊടുത്തത്? H2 എന്നുള്ള ടാഗ്, ഹെഡിങ് 2 എന്നുള്ള ടാഗ്. അപ്പോൾ ഹെഡിങ് 2 ഒരു പ്രത്യേക സ്റ്റൈൽ ഓൾറെഡി നമ്മൾ നേരെ മേലെ കൊടുത്തിട്ടുണ്ട്, അതാണ് CSS. അപ്പോൾ H2 നോക്കിയാൽ H2 എന്നുള്ളതിൻ്റെ ഫോണ്ട് സൈസ് ഇപ്പോൾ എത്ര കൊടുത്തത്? 20 px. എക്സ്റ്റിൽ എന്താണ് പറഞ്ഞത്? 30 ആക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇത് 20 px മാറ്റിയിട്ട് 30 px കൊടുക്കാം. ഓക്കെ, റെഡി. ഇനി നോക്കിയേ, ആൻഡ് അത് മാറ്റി. ഇനി രണ്ടാമത്തത് ആഡ് ഫോണ്ട് കളറിൻ്റെ സ്പെല്ലിംഗ് ശരി COLOR ആണ്. റെഡ് ടു ദ സബ് ഹെഡിങ്. സബ് ഹെഡിങ് എന്ന് പറയുമ്പോൾ വെനസ്ഡേ 11th May. ഓക്കെ, അപ്പം സബ് ഹെഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? വെനസ്ഡേ 11th May. അത് മാറ്റണ്ട, അതിൻ്റെ H3 എന്നുള്ള ടാഗ് നോക്കിക്കേ. H3 എവിടെ? H3 ഫോണ്ട് സൈസ് ഉണ്ട് 20. അതെല്ലാം മാറ്റണ്ടേ. കളർ ബ്രൗൺ മാറ്റിയിട്ട് റെഡ് ആക്കണം. ഓക്കെ, റെഡ് ആക്കി. ഓക്കെ, ഇത്രയും ചെയ്തല്ലോ. ഇനി വേറെ എന്തെങ്കിലും ചെയ്യണ്ട, ഈ 2 പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് സൂക്ഷിച്ച് നോക്കാം. ഓക്കെ, സേവ് ദ മോഡിഫൈഡ് നോക്കിയാൽ സേവ് ദ മോഡിഫൈഡ് ഫയൽ ഇൻ exam 10 ഫോൾഡർ ഹോമിൽ. എന്നിട്ട് സേവ് ആസ് ആക്കിയിട്ട് ഇതാക്കി നെക്കണം. ഓക്കെ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _question അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഫയൽ നെക്കിയിട്ട് സേവ് ആസ് കേട്ടോ, സേവ് അല്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വ്യത്യാസം കാണിച്ചു. അപ്പോൾ നിങ്ങൾ
ഹോമിൽ വരുന്നു, നിങ്ങളെന്താ എക്സാം 10ൽ പോകുന്നു, നിങ്ങളുടെ റോൾ നമ്പർ എന്താ 56671 _ ഓ ആൻസർ ഇവിടെ ടൈപ്പ് താഴെയായി പോയി, ഇവിടെ നോക്കി ഇത് ഞെക്കണം. അപ്പോൾ 5667 _ ഏതോ ക്വസ്റ്റ്യൻ നമ്പർ ഞെക്കി ഡോട്ട് എന്താണ് HTML അവർ കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി .html ആക്കുക. ഓക്കെ റെഡി. ആൻസർ അവിടെ സേവ് ചെയ്തപ്പോൾ ഒരു പ്രശ്നം പറ്റി, ഒരു \/ കൂടി വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി സേവ് ആക്കുന്നു, മറ്റേ ഡിലീറ്റ് നമുക്ക് പിന്നെ ഈ \/ ഇല്ലാണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ റെഡി. അത് നിങ്ങൾ പോയി റീനെയിം ഇല്ലാതെ മതി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഹോമിൽ പോകുന്നു, ചെക്ക് ചെയ്യണം, ഓൾവേസ് ചെക്ക്. മാത്സിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹോമിൽ പോകുന്നു, എക്സാം 10ൽ പോകുന്നു. ഇനി മറ്റേ ഫയൽ വെറുതെ ഇനി എക്സാമിനർ കൺഫ്യൂഷൻ ആവേണ്ട, ഡിലീറ്റ് ആക്കുക, മൂവ് ടു ട്രാഷ്. ഓക്കെ ട്രാഷിൽ കൊണ്ടിട്ടു. ഇന്ന് നോക്കിയേ, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യും. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊസീരിയയിൽ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യും. വലുതായി. ഓക്കെ വലുതായല്ലോ, സെറ്റാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ബുക്കിൽ കാണിച്ച, നമ്മുടെ എക്സാമിൽ കാണിച്ച പോലെ നോക്കട്ടെ, നാഷണൽ ടെക്നോളജിയുടെ വലുതായി, സൈസ് കൂടി, മറ്റേ റെഡായി, എല്ലാം സെറ്റാണല്ലോ, ഒരു വ്യത്യാസമല്ല, പെർഫെക്റ്റ്. നമ്മുടെയാണ് കുറച്ചൊരു രസം കാണാൻ. ഓക്കെ അത് ചെയ്തല്ലോ, കഴിഞ്ഞു, സേവ് ചെയ്തു, കഴിഞ്ഞു. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാനും പറയുന്നുണ്ട്, കഴിഞ്ഞു, ക്ലോസ് ചെയ്തോ. ഇനി ഇത് തന്നെയാണ് മലയാളത്തിലും പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കുക മക്കളെ, ഇത് പ്രാക്ടീസ് ചെയ്യുക ലാബിൽ പോയിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു കമൻറ്റ് ലീവ് ചെയ്യുക ആൻസറിന് വേണ്ടിയിട്ട്. ഓക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ലീവ് ചെയ്യുക. ഇനി എന്താണ് അടുത്തത് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. IT പ്ലേലിസ്റ്റിൻ്റെ കാര്യം ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുക. കുറേ പ്രാക്ടിക്കലും തിയറി വീഡിയോസ് ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം സെറ്റാകും, കാരണം കുറച്ചുകൂടി പുതിയ ടാഗുകളും പഠിക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, 4.5 ആക്ടിവിറ്റിയാണ്, ഒരു മോഡൽ പരീക്ഷയിൽ വന്നത്. നിങ്ങളിതാ മലയാളം മീഡിയംകാരിതാ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നോക്കി വെച്ചോ, ഇതേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സെയിം സംഭവം തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ ചെയ്യാം. ദ ഇയർ 2020 ബ്ലാബ്ലി ബ്ലൂ എന്തുകൊണ്ട് ഒരു ഫയൽ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, നമ്മൾ മാറ്റണം. ഓക്കെ അപ്പോൾ നമുക്ക് ഫയൽ പോകാം, ബേസിക് സയൻസസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഹോമിൽ കിട്ടും, എൻ്റെ ഹോമിൽ മോഡൽ 2020 കിട്ടുക. അപ്പോൾ നിങ്ങൾക്കത് വിഷയമല്ല കേട്ടോ. നമുക്ക് എന്താണ് ഇയർ ബേസിക് സയൻസസ് എന്ന് പറഞ്ഞിട്ട് ഈ PPT ഇതാണ് വരുന്നത്. ഓക്കെ ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, ബ്ലൂ ആണ്, ഇത് കളറൊക്കെ വ്യത്യാസമുണ്ട്, എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. ഇനി ഗിവ് യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദ മെയിൻ ഹെഡിങ്. മെയിൻ ഹെഡിങ്ങിന് ഇപ്പോൾ എന്താ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്, ബ്ലൂ ആണ്, അത് മാറ്റിയിട്ട് യെല്ലോ ആക്കണം. അതേപോലെ അഡ്ജസ്റ്റ് ഫോണ്ട് സൈസ് ഓഫ് പാരഗ്രാഫ് 20 px ആക്കണം. പാരഗ്രാഫിൻ്റെ ഇത് മാറ്റിയിട്ട് 20 px ആക്കണം. വളരെ സിമ്പിൾ. അപ്പോൾ നമുക്കിത് ഞാൻ ഇത് തൽക്കാലം ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്താ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ, നേരത്തെ ചെയ്ത പോലെ ടെക്സ്റ്റ് എഡിറ്റർ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഞെക്കിയിട്ട് ആക്സസറീസ് വന്നിട്ട് താഴേക്ക് വരിക, എന്താണ് ടെക്സ്റ്റ് എഡിറ്റർ അങ്ങ് ഓപ്പൺ ചെയ്യാം. ഓക്കെ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ടെക്സ്റ്റ് എഡിറ്ററിൽ ഫയൽ ഓപ്പൺ നിൽക്കുക. ഇത് വലിയ മെനക്കേടാണ്, പക്ഷെ എന്നാലും ചെയ്യാം. നിങ്ങളുടെ ഫോൾഡർ എവിടെ പറഞ്ഞാൽ എക്സാം ഡോക്യുമെൻറ്റ്സ്, എൻ്റെ മോഡൽ 20 എക്സാം ഡോക്യുമെൻറ്റ്സ് ആണ്. എക്സാം ഡോക്യുമെൻറ്റ്സ് എടുക്കുക. ഇതിൽ മറ്റേ ഇയർ എന്ന് പറഞ്ഞിട്ട് അവസാനത്തിൽ ഇയർ ബേസിക് ഇതാണ് വേണ്ടത്. ഓക്കെ ഫയൽ അത് ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി ഓപ്പൺ ചെയ്ത് സാധനം സെയിം തന്നെ കിട്ടും. ഓക്കെ കിട്ടി, സാധനം കിട്ടി. ഇനി നമുക്ക് എന്താണ് മാറ്റാനുള്ളത്, ഇവർ പറഞ്ഞു ഗിവ് യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദ മെയിൻ ഹെഡിങ്. മെയിൻ ഹെഡിങ് എന്ന് പറയുമ്പോൾ ഈ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ബേസിക് സയൻസ് എന്ന് പറഞ്ഞ സാധനം. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ബേസിക് സയൻസ് നോക്കിയതാ ഇവിടെ ഞാൻ തന്നെ കണ്ടു, H2 H1 അല്ല കേട്ടോ, H1 ഇല്ല ഇവിടെ, H2 ആണ്. അതിൻ്റെ ഫോണ്ട് സൈസ് അല്ല മാറ്റേണ്ടത്, കളറല്ല മാറ്റേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് ആണ് മാറ്റേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ മാറ്റിയിട്ട് യെല്ലോ ആക്കണം, യെല്ലോ. ഇനി എന്താണ് ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ് ഫോണ്ട് സൈസ് ഓഫ് പാരഗ്രാഫ്. പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ H1 H2 H3 ഒന്നല്ല, P എന്ന് പറയുന്ന സാധനം. ഓക്കെ ഇതാ P. ഓക്കെ അപ്പോൾ പാരഗ്രാഫിൻ്റെ P എന്ന് പറഞ്ഞ ടാഗ് ഇവിടെ ഉണ്ട്. ഫോണ്ട് സൈസ് മാത്രം, വേറെ ഒന്നും മാറ്റണ്ട. ഫോണ്ട് സൈസ് മാറ്റിയിട്ട് എത്ര ആക്കണം, 20 px ആക്കണം, 20 പിക്സൽസ് ആക്കണം. കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ഫയല് സേവ് ആസ്. എവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഹോമിൽ എക്സാം 10ൽ നിങ്ങളുടെ റോൾ നമ്പർ. ഓക്കെ അവിടെ പോയി നിങ്ങളുടെ റോൾ നമ്പർ കമാൺ നിങ്ങളുടെ 567 _ ക്വസ്റ്റ്യൻ നമ്പർ. ഓക്കെ ഇതെല്ലാം കൂടി ആയിപ്പോയല്ലോ, എല്ലാം കൂടി മാറ്റണം. ഒരു ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുന്നു, നിങ്ങളുടെ റോൾ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ .html. എക്സ്റ്റൻഷൻ ഇല്ലെങ്കിൽ ചെറിയ പ്രശ്നം കേട്ടോ. അപ്പോൾ സേവ് ചെയ്തു. ഇനി ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്യാണ്ട് പറ്റൂല. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഹോം എടുക്കുന്നു, ഹോം എടുത്തു, നിങ്ങളുടെ എക്സാം 10ൽ വരുന്നു, ചെക്ക്. നമ്മുടെ പുതിയ സേവ് ചെയ്ത് ചെയ്യാളാം. ഓക്കെ നമ്മൾ സേവ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. എക്സാം പേപ്പറിലുള്ള കറക്റ്റ് സാധനം ആയിരിക്കണം, നോക്കട്ടെ. ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മുടെ ഫോണ്ട് സൈസ് മാറി, യെല്ലോ ബാക്ക്ഗ്രൗണ്ടായി, സെറ്റാണല്ലോ, കഴിഞ്ഞു. ഇത്രയുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ പറയുക അടുത്ത ക്വസ്റ്റ്യന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ അത് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കമൻറ്റ്, നിങ്ങൾ മൾട്ടിപ്പിൾ കമൻറ്റ്സ് ഇട്ടോ കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഒരു പ്രോമിസുള്ളൂ നിങ്ങൾ ചെയ്യാനുള്ളത്, പഠിക്കുക, എക്സാമിന് അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കുക, ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ അപ്പോൾ നിങ്ങൾ പറയുക ഇതിൽ എന്തൊക്കെയാണ് മാറ്റേണ്ടത്. ഓക്കെ
ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് ഇതിൽ ഏതാണ് മാറ്റം വരുത്തേണ്ടത്. ഓക്കെ, ഗിവ് ഫോണ്ട് സൈസ് 30 px. അപ്പോൾ അത് എവിടെയാണ് മാറ്റേണ്ടതെന്ന്, അതേപോലെ ഫോണ്ട് സ്റ്റൈൽ വെർഡാന എന്നുള്ള പാരഗ്രാഫ് ആക്കണം. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യുക കമൻറ്റ്. ഓക്കെ, എന്താണ് മാറ്റേണ്ടതെന്ന് വളരെ ഓബ്വിയസ് ആണ്, സ്റ്റെപ്പ് തന്നിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. സോ അതായത് നിങ്ങളുടെ ബ്രെയിനിൽ അത് ഒട്ടിപ്പിടിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ട് പഠിക്കുക, ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.